വിയൂർ സംഘത്തിനൊപ്പം യുവജന സംഘത്തിനൊപ്പം ഉള്ളത് സ്മിത ഹരിദാസ് ആണ്. സ്മിത, ആവേശം എങ്ങനെയാണ്? ഇത്തവണ കൂടുതൽ പ്രത്യേകതകളൊക്കെ ഉണ്ട്, മത്സരങ്ങളുണ്ട്, അങ്ങനെ എങ്ങനെയാണ് ആവേശ കാഴ്ചകൾ? അനുജ, ഒരുപാട് പ്രത്യേകതകളാണ് ഇത്തവണയും യുവജന സംഘം. അവര് പ്രത്യേകിച്ച് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയാം, ബാക്കി എല്ലാവരുടെയും ദേശത്തിന്റെ പേര് വെച്ചിട്ടാണ് അവരുടെ സംഘത്തിന്റെ പേര്. നമ്മൾ പ്രത്യേകിച്ച് യുവജന സംഘം എന്നാണ് പേര്. അതുപോലെ ഒരുപാട് യുവാക്കൾ ഇതിനകത്തുണ്ട്, അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ആണ്. നമ്മുടെ ഈ പുലി ഉണ്ടല്ലോ, ഗ്ലാസ് വെച്ചിട്ടുണ്ട്, അപ്പൊ ഞാനും വെച്ചേക്കാം ഒരു സൺഗ്ലാസ് അല്ലേ. അപ്പൊ എപ്പോഴാ ഇത് മാറ്റാം? വടി പിടിച്ചിട്ടാണല്ലോ എല്ലാവരും നിൽക്കണം. അതിന്റെ ഒരു കാരണം എല്ലാവരും ഇത് വലിയ പണിയല്ലേ? ഈ ജോയിന്റ് കണ്ട ഒട്ടി കഴിഞ്ഞ പെയിന്റ് പോകും. അത് വണ്ടിക്ക് ഉണങ്ങാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിടിച്ച എത്ര നേരം നിൽക്കും? അത് നമുക്ക് പരിപാടി ഒരു പണിയല്ലേ? ആ പണി തന്നെയാണ്. കണ്ടുവരും രമേഷ് പുലിയുടെ കൂടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്റെ പുറയിലേക്ക് നോക്കിയാൽ ഒരുപാട് പുലികൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അനുജ. അപ്പൊ നമ്മുടെ ആശാൻ രാജേട്ടൻ എന്നാ എല്ലാരും വിളിക്കണേട്ടെ അല്ലേ? ദാസേട്ടൻ രാജേട്ടൻ എവിടെ? നമ്മുടെ മന്ത്രിയും രാജേട്ടനാ. ദാസേട്ടാ പറയും, ദാസേട്ടൻ എത്ര വർഷമായി? 40 വർഷത്തോളായി. നിങ്ങൾ കപ്പടിക്കും ഉറപ്പല്ല. ഈ വേഷങ്ങൾ കണ്ടിട്ട് തോന്നുന്നില്ലേ? സമ്മാനങ്ങൾ ഇത്തവണ ഉണ്ടല്ലോ, അപ്പൊ ആ സമ്മാനങ്ങളും കൂടെ കൊണ്ടുവരും, ഉറപ്പാണത്. ആ, ഇപ്രാവശ്യം 51 പുലികളുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഫ്ലോറസന്റ് കളറുകളിൽ വെറൈറ്റി ആയിട്ട് വേഷങ്ങൾ വരയ്ക്കുന്നുണ്ട്. പിന്നെ മഞ്ഞ വരൻ കംപ്ലീറ്റ് ഇതിനാണ് കൂടുതൽ പ്രാധാന്യം. തെങ്ങോല വര എന്ന് പറയുന്നത്, തെങ്ങോല വര എന്ന് പറയാം. ഈ വേഷത്തിനാണ് ശരിക്കും അതിന്റെ ഒറിജിനാലിറ്റി, ശരിക്കും പുലിയുടെ ഒറിജിൻ. തെങ്ങോല വര. അതായത് നമ്മൾ കറുപ്പോണ്ട് ചെറിയ വരകൾ വരയ്ക്കുമ്പോ ഈ മഞ്ഞ ഉണങ്ങിയിട്ട് വേണം വരയ്ക്കാനായിട്ട്. വരച്ച് തുടങ്ങണുള്ളൂ. ഇപ്പൊ കോട്ടിങ് കഴിഞ്ഞിട്ടുള്ളൂ. ഈ വരകള് നമ്മളിത് കഴിഞ്ഞതിന് ശേഷം വരകൾ തുടങ്ങും. എത്ര മണിക്കൂർ എടുക്കും ചേട്ടാ? ശരിക്കും ഒരു വേഷം നമ്മൾ നന്നാക്കി വരയ്ക്കണമെങ്കിൽ 2 മണിക്കൂർ എടുക്കും. പുലികളൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ച്. പക്ഷെ നമ്മളിപ്പോ ഈ 1 മണിക്കൂർ കൊണ്ടൊക്കെ വരച്ച് വിടും. കാരണം ഇത്രയും വേഷങ്ങൾ വരച്ച് കഴിക്കണല്ലോ. അപ്പൊ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഇതിന് സ്പീഡില് കൈകാര്യം ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി എല്ലാവരും ദേശങ്ങളുടെ പേര് വെച്ചിട്ടാണ്. ഇവര് മാത്രം യുവജന സംഘമാണ്. പക്ഷെ ഇതില് യുവജന സംഘം ഇതാണ്ട യുവത്വം തുളുമ്പുന്ന ചേട്ടനാണ്. BS-ന്റെ വരികളൊക്കെ ഓർമ്മ വരികയാണ് അല്ലെ? ചേട്ടന്റെ പേരെന്താ? മോഹനൻ. അപ്പൊ നമുക്കൊരു ആർപ്പോ ഒക്കെ വിളിച്ചിട്ടേ ഒരു ഓളം ഉണ്ടാക്കിയാലോ? നമുക്ക് എല്ലാരും കൂടെ ഒരു ആർപ്പോ വിളിക്കോ? ഇറോ ഇറോ ഇറോ. പോരട്ടെ, 3 പ്രാവശ്യം വിളിക്കണ്ടേ? ഇറോ 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 ഇറോ. പുലിയൊക്കെ അങ്ങനെ ഒരുങ്ങി വരുന്നുള്ളൂ. അപ്പൊ അല്പസമയത്തിനകം തന്നെ ഈ പുലികൾ എല്ലാവരും കൂടി ഈ പുലിമടയിൽ നിന്ന് ഇറങ്ങും അനുജ. അപ്പൊ സാധാരണ നമ്മൾ ഇവിടെ അവിടെ ഇവിടെയൊക്കെ പുലി ഇറങ്ങി എന്ന് പറയുമ്പോഴേക്കും വല്ലാത്ത ടെൻഷനാണ്. പക്ഷെ നമ്മൾ നേരിട്ട് ഈ പുലിമടയിലേക്ക് കയറി ചെല്ലുന്നത് ഈ തൃശ്ശൂരിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. തൃശ്ശൂരിലെ മാത്രമാണ് 200ഓളം വർഷം പഴക്കമുള്ള ഈ പുലികളി. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ഒരു ചരിത്രമൊക്കെ ഓർത്താലും ഒരുപാട് തരത്തിലുള്ള കഥകൾ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഇപ്പോ നമ്മൾ വന്ന് കാണുമ്പോൾ ഈ യുവരക്തം തിളയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പുലി രക്തമാണ്. എന്ത് മൂട്, ഓണമൂടെന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ പുലി മൂടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.